ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അതോ വെറുമൊരു കനവാർന്നു? അതോ വെറുമൊരു കനവാർന്നു? അതോ വെറുമൊരു കനവാർന്നു? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഇവിടെ എന്താ പ്രസക്തി? ശ്രീമൂല നഗരത്തിൽ ഈ 2 മാസത്തിനിടയ്ക്ക് എനിക്ക് വേണ്ടപ്പെട്ട 4 പേരാണ് മരണപ്പെട്ടത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട 2 ശീലങ്ങളുണ്ട്. 2 ശീലങ്ങൾ. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു വഴികാട്ടിയെ പോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്ക് എല്ലാവർക്കും വേണം. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നിരിക്കുന്ന സമയത്ത് അവിടെ വഴികാട്ടിയായിട്ട് എത്തിയതാരാണ്? ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നില്ല, അർജുനൻ ഇല്ല. അവിടെ ഗീതോപദേശം കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. ഇതുപോലെ തളർന്നിരിക്കുന്ന അവസ്ഥ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും ജീവിതത്തിൽ. ഇതുപോലെ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അവിടെ വഴികാട്ടിയായിട്ട് കൃഷ്ണനെ പോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി. നമ്മുടെ തലമുറ നമ്മൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ ലൈബ്രറിയിൽ എടുത്ത് നോക്കി, ആ ലൈബ്രറിയിൽ വരുന്നതിൽ 99% പേര് 40 വയസ്സിന് മേലുള്ളവരാണ്. 40 വയസ്സിന് താഴെയുള്ള ലൈബ്രറിയിലുണ്ടോ? നിങ്ങൾ ലൈബ്രറിയിൽ ചെന്ന് നോക്കുക, അവിടെ ഇല്ല. ലൈബ്രറിയിൽ ഇല്ല. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ ഇടിയാണ്, പുസ്തകത്തിന് ഇടിയാണ്. ഞാൻ ഷെർലക് ഹോംസിന്റെ ആരാധന ചെന്ന് ഇടി, ആ പുസ്തകം പോകാനാ ഇടിയാണ്. ഇപ്പൊ ഇടി എവിടെ നടക്കണേ? ഇപ്പൊ ഇടി നടക്കുന്ന ബിവറേജിലാണ്. അത് കുപ്പിയപ്പോഴാണ്, ആ കുപ്പിയപ്പോഴെന്ന് വെച്ചപ്പോഴാ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ലൈബ്രറിയിൽ പുസ്തകം ചല്ലടിച്ചു ചെയ്യുന്നത്. ഞാൻ കേട്ടത് ഒരു ലൈബ്രറിയിൽ പുസ്തകം ചല്ലടിച്ചു ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ബിവറേജിൽ കുപ്പി ചല്ലടിച്ചു നിങ്ങൾ കേട്ടോ? ഇല്ല, കേൾക്കൂല. അവിടെ ഇടിയാണ്, ആ കുപ്പി എടുക്കണോ, അതെടുക്കണോ അല്ലെ? ലൈബ്രറിയിൽ പുസ്തകം ചല്ലടിച്ചു പോയി. ഈ പുസ്തകങ്ങൾ വായിച്ചു വളരുന്നില്ല എന്നുള്ളത് നമ്മുടെ തലമുറയുടെ പ്രശ്നമാണ്. ഇത് വായിച്ചു വളർന്ന അറിവ് കയറും. ഗുരു പറഞ്ഞിട്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധനാവും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധനാവും. വായിച്ചാലും വളരും, വായിച്ചെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ആരെ പറഞ്ഞ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാ. ഇതിലേക്ക് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷെ വായനയിലേക്ക് തിരിച്ചു പോകണം തലമുറ.